ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ക്രുസൈഡുകൾ. ക്രുസൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുരിശുദ്ധങ്ങളെ പറ്റി. ജെറുസലേം ഹാഡ് ബീൻ ക്യാപ്ചേർഡ് ആൻഡ് ഒക്കുപ്പൈഡ് ബൈ മുസ്ലിംസ് എവർ സിൻസ് 635 AD. Arab occupation of Jerusalem did not pose any threat to Christian pilgrims until the event of Seljuk Turks in 1055. അതായത് 635 AD വരെ എ ഡി മുതൽ ജെറുസലേം ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായിട്ട് കരുതപ്പെടുന്ന ജെറുസലേം മുസ്ലിങ്ങളുടെ കൈവശമായിരുന്നു. പക്ഷെ തുർക്കികളുടെ വരവോടുകൂടി 1055 സെൽജിക് തുർക്ക് അതിൻ്റെ വരവോടുകൂടി അതിൽ മാറ്റങ്ങൾ വന്നു. ദി ടർക്സ് സ്റ്റാർട്ടഡ് റോബിങ് ആൻഡ് ഇൽ ട്രീറ്റിംഗ് പിൽഗ്രിംസ്. ആ സമയത്ത് അതായത് ടർക്ക് ഈ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുകയും അതായത് കൊള്ളയടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് എ മോങ്ക് കാൾഡ് പീറ്റർ ദി ഹെർമിറ്റ് എക്സോർട്ടഡ് ആഹ്വാനം ചെയ്തു ആൾ ഗുഡ് ക്രിസ്ത്യൻ മെൻ ടു ഫൈറ്റ് ആൻഡ് റെഡീം ദി ഹോളി ലാൻഡ്. ദെൻ പോപ്പ് അർബൻ സെക്കൻഡ് സപ്പോർട്ടഡ് ദി കോൾ and at the Council of Clermont in 1095 he declared that it was the duty of every Christian man, lord and serf, അതായത് ലോർഡിനും അടിമപ്പണിക്കാരനും alike to defend the Holy Land. അതായത് പീറ്റർ ദി ഹെർമിറ്റിൻ്റെ ആഹ്വാനപ്രകാരം പോപ്പ് അർബൻ സെക്കൻഡ് കൗൺസിൽ അറ്റ് ക്ലർമണ്ടിൽ വെച്ച് ഒരു ആഹ്വാനം നടത്തി. എല്ലാ ക്രിസ്ത്യാനികളും, അത് പാവപ്പെട്ടവർ പണക്കാരൊന്നുമില്ല, എല്ലാ ക്രിസ്ത്യാനികളും ഹോളി ലാൻഡിൻ്റെ ഹോളി ലാൻഡ് ജെറുസലേമിനെ വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കോൺസിക്വൻ്റ്ലി 3 bands of knights, യുദ്ധവീരന്മാർ, ഓർഗനൈസ്ഡ് എ ക്യാമ്പയിൻ for the purpose but were destroyed by the Turks. Then crusades were a series of wars fought by the Christian princes of Europe to liberate the Holy Land of Jerusalem from Turk. തുർക്കികളിൽ നിന്ന് ഹോളി ലാൻഡിനെ മോചിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ യൂറോപ്പിലെ രാജാക്കന്മാർ നടത്തിയ പോരാട്ടങ്ങളാണ് കുരിശുദ്ധങ്ങളുടെ പേരിൽ പൊതുവെ അറിയപ്പെടുന്നത്. അതിൽ ഒന്നാം കുരിശുദ്ധത്തിൽ ഫസ്റ്റ് ക്രുസൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1097 ലെഡ് ബൈ റോബർട്ട് എന്ന് വെച്ചാൽ സൺ ഓഫ് വില്യം ദി കോൺക്കററാണ്, ഡ്യൂക്ക് ഓഫ് നോർമാൻഡി. ക്യാപ്ചേർഡ് ജെറുസലേമിൻ്റെ മിക്ക ഭാഗങ്ങളും ക്യാപ്ചർ ചെയ്തു. 1099 അത് 1099 അത് ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് ജോഫ്രി ഡി ബോളിയൻ എന്ന രാജാവിനെ ജെറുസലേമിലെ കിങ്ങാക്കി മാറ്റി. അപ്പോൾ ഒന്നാം ക്രുസൈഡ് ആരംഭിക്കുന്നത് 1097. ആരംഭിച്ചത് റോബർട്ടാണ്. റോബർട്ട് ആരെന്ന് ചോദിച്ചാൽ വില്യം ദി കോൺക്കററിൻ്റെ മകനാണ്. നോർമാൻഡിയിലെ ഡ്യൂക്കായിരുന്നു. അത് ജെറുസലേമിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ക്യാപ്ചർ ചെയ്തു 1099. എന്നിട്ട് രാജാവാക്കിയത് ജോഫ്രി ഡി ബോളിയനെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോയി. 1147 വരെ അങ്ങനെ പോയി. ആ സമയത്ത് സെക്കൻഡ് ക്രുസൈഡ് നടക്കുന്നുണ്ട്. സെക്കൻഡ് ക്രുസൈഡ് സ്റ്റാർട്ട് ചെയ്തത് 1147 ലെഡ് ബൈ ലൂയിസ് 7 ഫ്രാൻസിലെ രാജാവായിരുന്നു. ക്യാപ്ചേർഡ് റെസ്റ്റ് ഓഫ് ജെറുസലേം, ബാക്കിയുള്ള ഭാഗങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു. അപ്പോൾ ജെറുസലേം പൂർണ്ണമായും ക്രിസ്ത്യാനികളുടെ നിയന്ത്രണത്തിലായി. പക്ഷേ ബട്ട് ഇൻ 1187 പവർഫുൾ സുൽത്താൻ സലാദ് ക്യാപ്ചേർഡ് ജെറുസലേം. അതായത് മുസ്ലിങ്ങളുടെ പവർഫുള്ളായിരുന്ന സുൽത്താൻ സലാദ് തിരികെ ജെറുസലേമിനെ ക്യാപ്ചർ ചെയ്തു. ആ സമയത്ത് തേർഡ് ക്രുസൈഡിൻ്റെ ആരംഭം കുറിക്കുന്നുണ്ട്. അത് 4 രാജാക്കന്മാരാണ് അതിന് ആരംഭം കുറിക്കുന്നത്. അതിലൊന്ന് റിച്ചാർഡ് I, അദ്ദേഹം ഇംഗ്ലണ്ടിലെ കിങ് ആയിരുന്നു. രണ്ടാമതൊരാൾ ഫിലിപ്പ് അഗസ്റ്റസ്, അദ്ദേഹം കിങ് ഓഫ് ഫ്രാൻസ്. 3 ലിയോപോൾഡ്, അദ്ദേഹം ഡ്യൂക്ക് ഓഫ് ആസ്ട്രിയ. 4 ഫ്രെഡറിക് ബാർബറോസോ, എംപറർ ഓഫ് ജർമ്മനി. അപ്പോൾ തേർഡ് ക്രുസൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന 4 രാജാക്കന്മാരാണ്. റിച്ചാർഡ് I, ഫിലിപ്പ് അഗസ്റ്റസ്, ലിയോപോൾഡ്, ഫ്രെഡറിക് ബാർബറോസ. റിച്ചാർഡ് I, ഫിലിപ്പ് അഗസ്റ്റസ്, ലിയോപോൾഡ്, ഫ്രെഡറിക് ബാർബറോസ. ഈ 4 പേരാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവർ തമ്മിൽ ചില കോറൽസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാക്കിയുള്ള രാജാക്കന്മാർ, അതായത് റിച്ചാർഡ് I ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ചുപോയി. ഈ പറഞ്ഞിരിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് തിരിച്ചുപോയി. പക്ഷേ റിച്ചാർഡ് I ബോൾഡ്ലി മാർച്ച്, അല്ലെങ്കിൽ ബ്രേവ്ലി
അദ്ദേഹം മാർച്ച് ചെയ്തു ഫോർവേഡ് ആൻഡ് പ്രൊസീഡഡ് ടുവേർഡ്സ് ജെറുസലേമിലേക്ക് അദ്ദേഹം മാർച്ച് ചെയ്തു. അപ്പോൾ 4 പേരായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ 3 പേര് പരസ്പരം വഴക്കിട്ട് പിരിഞ്ഞു. പിന്നെ റിച്ചാർഡ് I മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ബട്ട് റിച്ചാർഡ് I ഹി റിയലൈസ്ഡ് ദാറ്റ് ദ വിക്ടറി അഗൈൻസ്റ്റ് സുൽത്താൻ വാസ് നോട്ട് പോസിബിൾ. അപ്പോൾ പവർഫുള്ളാണ് സുൽത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സുൽത്താൻ എഗനിസ്റ്റ് ആയിട്ടുള്ളൊരു വാർ ഒരിക്കലും പോസിബിൾ അല്ലെന്ന് അവസാനം റിച്ചാർഡ് I തിരിച്ചറിയുകയാണ്. ആ സമയത്ത് റിച്ചാർഡ് ഒരു സന്ധിക്ക് സന്ധിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് സുൽത്താനുമായിട്ട്. അപ്പോൾ 3-ാം കുരിശ് യുദ്ധം ഒരു വിജയമായിട്ട് കരുതുന്നില്ല എങ്കിൽ പോലും അത് ഒരു സന്ധിയിലേക്കാണ് വരുന്നത്. പക്ഷേ ആ സന്ധിയുടെ ഫലമായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള ട്രേഡ്, അപ്പോൾ ക്രുസൈഡിൻ്റെ നേട്ടമെന്ന് വെച്ചാൽ അതാണ്, വ്യാപാരം, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനൊക്കെ നടക്കുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.